CBSE 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 38 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ചു. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ സംസ്കൃതം കമ്മ്യൂണിക്കേറ്റീവ് രണ്ടാം ഭാഷയെടുത്ത വിദ്യാർത്ഥികളുടെ ഫലമാണ് ഇതുവരെയും ലഭിക്കാത്തത്. സ്കൂളിൽ SSLCക്ക് 3 ഡിവിഷൻ ഉണ്ട്. A, B, C. C ക്ലാസ്സിൽ സംസ്കൃതം രണ്ടാം ലാംഗ്വേജായി എടുത്ത 38 കുട്ടികളുടെ റിസൾട്ടാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിട്ടുള്ളത്. അത് തടഞ്ഞു വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അത് കോഡ് നമ്പർ, ഓരോ ക്ലാസ്സിനും ഒരു കോഡ് നമ്പർ ഉണ്ട്. അപ്പോൾ സംസ്കൃതം വിഷയം എടുത്ത കുട്ടികൾക്കുള്ള കോഡ് നമ്പർ കൊടുത്തപ്പോൾ മാറിപ്പോയി, സ്കൂളിൽ നിന്ന് കൊടുത്തപ്പോൾ മാറിപ്പോയി എന്നാണ് അധികൃതർ പറയുന്നത്. ഷോക്കിംഗ് ആണ്. കാരണം ഈ 38 കുട്ടികളുടെ സാൻസ്ക്രിറ്റ് കോഡ് സംബന്ധിച്ച ഒരു കറക്ഷനാണ്. അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വെച്ചാൽ അത് ലേറ്റായിട്ടാണ് ആ ഒരു കറക്ഷന് വേണ്ടിയുള്ള ഇത് നടത്തുന്നത്. പക്ഷേ CBSE ആവശ്യപ്പെട്ട പ്രകാരം എല്ലാ പ്രോസസ്സും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കറക്റ്റ് ചെയ്യാത്തപ്പോഴാണ് നമ്മൾ കോടതിയിലേക്ക് പോയത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു പാനിക് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് റിസൾട്ടിന് ചെയർമാൻ എഴുതിയിട്ടുണ്ട്. അതേപോലെ സ്കൂൾ അതിൻ്റെ ഏതറ്റം വരെയും പോയിട്ട് എത്രയും പെട്ടെന്ന് ആ റിസൾട്ട് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി. സാരംഗ്, എന്താണ് ഇതിന് കാരണം എന്ന രീതിയിൽ എന്തെങ്കിലും വ്യക്തമാവുന്നുണ്ടോ? എന്താണ് ഇതിന് പരിഹാരം? രജിസ്ട്രേഷൻ സമയത്ത് വിഷയത്തിന്റെ കോഡ് രേഖപ്പെടുത്തിയതിൽ സ്കൂൾ അധികൃതർക്ക് വന്ന പിഴവാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തന്നെ പ്രധാന കാരണം. സംസ്കൃതം കമ്മ്യൂണിക്കേറ്റീവ് രണ്ടാം ഭാഷ വിഷയമായി എടുത്ത 38 വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലമാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചത്. നേരത്തെ തന്നെ ഈ പിഴവ് സംഭവിച്ചിരുന്നുവെന്ന് സ്കൂൾ അധികൃതർ തുറന്ന് സമ്മതിച്ചിരുന്നു. CBSEയുടെ അടുത്ത് പിഴവ് തിരുത്താനായി സ്കൂൾ അധികൃതർ ചെല്ലുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ അനുമതി നൽകാത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കോടതി തിരുത്തി കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അനുവാദം പോലും ലഭിച്ചിരുന്നത്. ഇനി വീണ്ടും കോടതിയെ സമീപിക്കേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ച സാഹചര്യത്തിൽ